4 ദിവസം മുമ്പ് വരെ വളരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു മേഖലയാണ് മലയാള സിനിമ. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇപ്പോഴുള്ള അവസ്ഥ വളരെയധികം മോശമാണ്. എന്നാൽ ആ അവസ്ഥ മുതലെടുക്കുകയാണ് ചില ആൾക്കാരിപ്പോൾ. ഇതുപോലുള്ള ചില മച്ചാൻ്റെ ട്രോളർ, മല്ലു ട്രോൾസ് എന്ന് പറഞ്ഞ ചില ട്രോളർമാരും അതുപോലെ തന്നെ യൂട്യൂബിൽ റിയാക്ഷൻ ഇട്ട് വരുന്ന ചിലവന്മാരും കൂടെ ഇത് വളരെ രീതിയിൽ മോശമായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഈ മച്ചാൻ്റെ ട്രോൾ എന്ന് പറഞ്ഞ ചാനലിട്ട ചില വീഡിയോസ് തന്നെ നമുക്ക് നോക്കാം. അതിനകത്തുള്ള കണ്ടൻറ്റും ഒന്ന് നോക്കാം. ആ ട്രോളും അതിനകത്തുള്ള കണ്ടൻറ്റും ഒന്ന് നോക്കാം. മോഹൻലാൽ, കവിയൂർ പൊന്നമ്മ എന്നിവരുടേത് ആയിരിക്കും. കിരീടവും മായ മയൂരവുമൊക്കെ അമ്മയും മകനുമായി അവർ ജീവിച്ചഭിനയിച്ച സിനിമകൾ ആയിരുന്നു. അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യം അല്ലേ? പക്ഷേ ക്യാമറയ്ക്ക് പിന്നിൽ അവരുടെ ബന്ധം അങ്ങനെ ആയിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. എവിടെ പറയപ്പെടുന്നത്? ആര് പറയുന്നത്? നിന്നോട് നിന്റെ വീട്ടിലുള്ള ആരെങ്കിലും വന്ന് പറഞ്ഞോ? ആരും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എവിടെ നിന്നാണ് നിനക്ക് ഈ വാർത്തയൊക്കെ കിട്ടിയത്? ഏതോ ഒരു മഞ്ഞപ്പത്രത്തിൽ എന്തൊക്കെയോ കാണുന്നു, വല്ല മഞ്ഞ മാധ്യമങ്ങളിൽ എന്തൊക്കെയോ കാണുന്നു. അതെടുത്തോണ്ട് വന്നിട്ട് ഒരു പരിചയമില്ലാത്ത കുറെ പേരിരുന്ന് കുറ്റം പറയുന്നു, പച്ചക്കിരുന്ന് കുറ്റം പറയുന്നു. മോഹൻലാൽ, കവിയൂർ പൊന്നമ്മ ക്യാമറയ്ക്ക് പിന്നിൽ അവരുടെ ബന്ധം അങ്ങനെ ആയിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. യൗവനിങ്ങനെ ഉദിച്ചു വരുന്ന പ്രായത്തിലല്ലേ ഞാൻ മദ്രാസിലെത്തുന്നത്. ചോദിക്കാനും പറയാനും ആരുമില്ല. തേൻ കുടിക്കുന്നു, പറക്കുന്നു, പരാഗണം. തേൻ കുടിക്കുന്നു, പറക്കുന്നു, ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ രണ്ട് കാര്യങ്ങൾ നോക്കണം. അതായത് ഒന്ന്, ഇന്നത്തെ കുറച്ച് ട്രോള് കാണും, അതുപോലെ തന്നെ ഒരുത്തം പറയുന്ന കുറച്ച് കാര്യങ്ങളും കാണും ലാലേട്ടനെ കുറിച്ചിട്ട്. ഈ ട്രോൾ ഉണ്ടാക്കിയ മോനും പറയുന്ന മോനും രണ്ടും കണക്കാണ്. ട്രോൾ ഉണ്ടാക്കിയ മോൻ മറ്റേ പറഞ്ഞ മോനെ വെച്ചിട്ട് മോഹൻലാലിനെ മാക്കി മോശമായിട്ട് കാണിക്കുന്ന രീതിയിൽ കുറേ കാര്യങ്ങളോടൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങ് പോകുന്നു. ഇതിൻ്റെ തംനെയിൽ തന്നെ അടുത്ത ഉടനെ ഞാൻ കാണിച്ചു തരാം. ഈ ട്രോൾ ഉണ്ടാക്കിയതിൻ്റെ തംനെയിൽ തന്നെ അത് തന്നെ അങ്ങേറ്റം മോശപ്പെട്ട ഒന്നാണ്. അവനെ തംനെയിലത്തെ പറയുന്ന ഒരു കാര്യവും ഇന്നത്തെ കണ്ടന്റിനകത്ത് ഗതിയും ഇല്ല. മോഹൻലാലിനെ കുറിച്ചുള്ള ഗോസിപ്പുകളിൽ ഏറ്റവും മ്ലേച്ഛമായതും അവിശ്വസനീയവുമായ ഗോസിപ്പുകളിൽ ഒന്നായിരുന്നു ഇത്. പക്ഷേ അതിനെ അങ്ങനെ അങ്ങ് തള്ളിക്കളയണ്ട എന്നാണ് ചില മസാല പത്രങ്ങൾ കാരണസഹിതം പണ്ട് എഴുതിവിട്ടത്. അറിയാത്തതൊന്നും പറയരുത്. എല്ലാം അറിയാം, പറഞ്ഞു. നീ ഒന്നും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. കേട്ടതൊന്നും സത്യമായിരിക്കരുതെന്ന് ഞാൻ ആശിച്ചതാ. അതെ, ആ ട്രോൾ ഉണ്ടാക്കിയവനും ആ ട്രോൾ മറ്റേ കണ്ടന്റ് പറയുന്ന ആ ഒരുത്തിനും രണ്ടുപേരും ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നൊരു പിടുത്തൽ. ഇവർക്ക് എന്തെങ്കിലും ഒരു സിക്സ് സെൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ളതെന്ന്? ഒന്നെങ്കിൽ ഇവന്മാർ ഒളിഞ്ഞു നോക്കിയതായിരിക്കണം, അല്ലെങ്കിൽ ചൂട്ടും പിടിച്ചു കൊടുത്ത ഇവന്മാരായിരിക്കണം, അല്ലെങ്കിൽ ടോർച്ച് അടിച്ചുകൊണ്ട് മുന്നേ പോയത് ഇവന്മാരായിരിക്കണം, അല്ലെങ്കിൽ അതുവഴി വല്ല ലാലേട്ടൻ പോയി കാണണം. ലാലേട്ടനെ മാത്രമല്ല, മമ്മൂട്ടിയെ കുറിച്ചും അടുത്ത പറയുന്നുണ്ട്. അത് മുകളിലുള്ള അടുത്ത വീഡിയോയുടെ ഇത് നോക്കി തമ്മിൽ നോക്കിയാൽ മതി. അമ്മയും മകനുമായി അവർ അഭിനയിക്കാൻ തുടങ്ങുമ്പോൾ അവർ തമ്മിലുള്ള പ്രായവ്യത്യാസം 15 വയസ്സ് മാത്രമായിരുന്നു എന്നും അന്ന് തന്റെ 40കളിലായിരുന്ന പൊന്നമ്മയുടെ ചരിത്രവും ചാരിത്ര്യവുമൊന്നും അത്ര വെടിപ്പായിരുന്നില്ല എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. കിളിച്ചുണ്ടൻ മാമ്പഴം ലൊക്കേഷൻ, സുകുമാരിയമ്മ അടക്കമുള്ള മറ്റു ചില നടിമാരും ലൊക്കേഷനുള്ള വീടിന്റെ മട്ടുപ്പാവിൽ നിരനിന്ന് താഴേക്ക് കച്ചവടത്തിനായി വന്ന മോഹൻലാലിനെ നോക്കുന്ന സീൻ ആണ് ഷൂട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് പ്രിയനും ലാലും പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും മാറി ദൂരെ പോയിരുന്നു. മനഃശാസ്ത്രപരമായി കൈകാര്യം ചെയ്താൽ പെണ്ണൊരു സുഖമുള്ള ഏർപ്പാടാ മോനെ. അവർക്ക് ചിരിയടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ആ ചിരിക്ക് പിന്നിലെ രഹസ്യം സെറ്റിൽ പുറത്തായി. ആ നിരന്നു നിന്ന എല്ലാ നടിമാരുമായും മോഹൻലാൽ ലൈംഗിക വീഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു എന്നതായിരുന്നു ആ ചിരിക്ക് പിന്നിലെ കാര്യം. മച്ചാൻ്റെ ട്രോൾ എന്ന ഈ ഒരു ചാനലിൻ്റെ തംബ്നെയിലൂടെ ഒന്ന് നോക്കാം. ഇവർക്കൊക്കെ ലാൽ കളിച്ചിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മി എല്ലാം വെളിപ്പെടുത്തി. അടുത്ത മമ്മൂട്ടിയെക്കുറിച്ചാണ്. മമ്മൂട്ടിക്ക് ഡാഷ് മാത്രം കാണണം, പിന്നെ അങ്ങനെ ബിന്ദു പണിക്കർ പറയുന്നതായിട്ട്. പക്ഷേ ഇതിനകത്ത് കയറി നോക്കിയാൽ ഈ കണ്ടന്റ് ഒന്നും തന്നെ ഇതിനകത്തില്ല. ലൈക്ക് കിട്ടാൻ വേണ്ടി വെറുതെ ഓരോന്ന് പറയുന്നത് മാത്രം.